യുദ്ധം അതിൻ്റെ തീവ്രതയിൽ നിൽക്കുകയാണ്. ദുബായിലെ അഭിമാന നഗരമായ ഖുർജ് ഖാലിഫയ്ക്ക് നേരെ ഇറാൻ്റെ ആക്രമണം. ഖുർജ് ഖാലിഫയ്ക്ക് നേരെ ഇറാൻ്റെ ഷഹേദ് 136 ഷഹേദ് 136 ഡ്രോൺ പതിച്ചതായി അമേരിക്ക സ്ഥിരീകരിച്ചു. വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിത നഗരമായ ദുബായിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാൻ്റെ ആക്രമണത്തിൽ 100-ലേറെ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാൻ അവകാശപ്പെട്ടു. അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനിടയിൽ ഖൊമൈനി വധിക്കപ്പെട്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ സജീവമാണ്. ഖൊമൈനിയെ ഇറാൻ സംരക്ഷണ സ്ഥലത്തേക്ക് മാറ്റി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഖൊമൈനി കൊല്ലപ്പെട്ടു എന്നതാണ് US ഇസ്രായേൽ സംയുക്ത സേന അവകാശപ്പെടുന്നത്. ഖൊമൈനി കൊല്ലപ്പെട്ടു എങ്കിൽ ഇറാൻ്റെ ആക്രമണം 10 മടങ്ങ് വർദ്ധിക്കും എന്നുള്ളതും ഉറപ്പാണ്. അമേരിക്ക പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഇറാൻ തിരിച്ചടിച്ചത്. തങ്ങളുടെ രാജ്യത്ത് കയറി മേഞ്ഞ ഇസ്രായേലിനെ ശക്തമായ രീതിയിൽ തന്നെ ഇറാൻ പ്രതിരോധിച്ചു. റഷ്യയും ചൈനയും ഒക്കെ നയതന്ത്ര പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ നട്ടലുയർത്തി ഇറാൻ നിന്നു. അവരുടെ തോൽവി ലോകത്തിൻ്റെ തോൽവിയായി മാറും എന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയാം. ഖൊമൈനി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അമേരിക്കയും ഇസ്രായേലും പറയുന്നത്. പക്ഷേ ഖൊമൈനി സുരക്ഷിത താവളത്തിൽ സുരക്ഷിതനായുണ്ടെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. എന്തായാലും ഖുർജ് ഖലീഫയ്ക്ക് നേരെ പോലും ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. ജോർദാന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇറാൻ്റെ മിസൈൽ പരിധിക്കുള്ളിലാണെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഖൊമൈനി കൊല്ലപ്പെട്ടാലും അദ്ദേഹം അനന്തരാവകാശിയെ നിശ്ചയിച്ചിട്ടാണ് പോയത്. ഖൊമൈനി കൊല്ലപ്പെട്ടാലും ഇറാന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഖൊമൈനിയുടെ ചോരയ്ക്ക് അവർ പകരം ചോദിക്കുക തന്നെ ചെയ്യും. അവർ യുദ്ധത്തിൻ്റെ ചുവപ്പ് പതാക ഉയർത്തിക്കഴിഞ്ഞു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഒരു കാരണവുമില്ലാതെയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇറാനെ ആക്രമിച്ചത് എന്നാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം. പക്ഷേ ആ അവകാശവാദമൊക്കെ വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ഇറാനെ തകർക്കുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ ആധിപത്യം സ്ഥാപിക്കുക, ജൂതരാഷ്ട്രം വികസിപ്പിക്കുക, ഇതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. ഖൊമൈനി കൊല്ലപ്പെട്ടാലും ആയിരക്കണക്കിന് ഖൊമൈനിമാർ ഇറാനിൽ ഉയർത്തെഴുന്നേൽക്കും. അതാണ് ഇറാൻ്റെ പ്രത്യേകത. ഖൊമൈനിയെ വധിച്ചു എന്ന് അമേരിക്കയും ഇസ്രായേലും സ്ഥിരീകരിക്കപ്പെടാത്ത വിവരങ്ങൾ നൽകുന്നുണ്ട്. മാത്രമല്ല ഇറാനിലെ പ്രധാന സൈനിക മേധാവിയെയും റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിലെ മേധാവിയെയും വധിച്ചുവെന്ന് അമേരിക്ക അവകാശപ്പെടുന്നു. ഇറാനിലെ സൈനിക മേധാവിയെ വധിച്ചു എന്ന കാര്യം ഇറാനും സ്ഥിരീകരിക്കുന്നുണ്ട്. പകരം 100 കണക്കിന് അമേരിക്കൻ സൈനികരും കൊല്ലപ്പെട്ടു. യുദ്ധം കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ ഇറാൻ പോലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അമേരിക്ക ഇറാനെ ആക്രമിച്ചത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചത്. ആ ആക്രമണത്തിന് അതേ നാണയത്തിൽ ഇറാൻ തിരിച്ചടി കൊടുത്തു. റഷ്യയ്ക്കും ചൈനയ്ക്കും നട്ടല്ലില്ല ഇറാനെ
ഇറാനെ എന്താ പ്രത്യക്ഷത്തിൽ സംരക്ഷിക്കാൻ നട്ടലില്ലാത്ത രാജ്യങ്ങൾ, ലോക പോലീസായ അമേരിക്കയ്ക്ക് മുമ്പിൽ കുമ്പ് വണങ്ങുന്ന രാജ്യങ്ങൾ, അവിടെ നട്ടലുയർത്തി നിൽക്കുകയാണ് ഇറാൻ. ഖൊമൈനി കൊല്ലപ്പെട്ടാലും ആയിരക്കണക്കിന് ഖൊമൈനിമാർ ഇറാനിൽ ഉണ്ടാകും. ഇറാൻ പോലെയുള്ള സാംസ്കാരിക രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും.